കാർഷിക വാർത്തകൾ. Agri News sponsored by Shalom Mattress, everlasting comfort and durability. കേര കർഷകരെ ആശങ്കയിലാക്കി സംസ്ഥാനത്ത് തേങ്ങ വില കുത്തനെ താഴ്ന്നു. ഒരു മാസം മുൻപ് കിലോഗ്രാമിന് 70 രൂപ വരെ ലഭിച്ചിരുന്ന തേങ്ങയ്ക്കിപ്പോൾ 50 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. ഉൽപാദനം കൂടുന്ന സീസണിന് മുൻപേ വില തകർന്നതോടെ കർഷകർ പ്രതിസന്ധിയിലാണ്. സംസ്ഥാനത്ത് തേങ്ങവിലയിൽ അപ്രതീക്ഷിത ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു മാസം മുൻപ് കിലോഗ്രാമിന് 70 രൂപ വരെ ലഭിച്ചിരുന്ന തേങ്ങയുടെ വില ഇപ്പോൾ 50 രൂപയായി കുറഞ്ഞു. ചില്ലറ വിപണിയിൽ 80 രൂപയായിരുന്ന വില 60 രൂപയിലേക്കാണ് ഇടിഞ്ഞത്. ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് കേരളത്തിൽ നാളികേര ഉൽപാദനം കൂടുതലുള്ള കാലം. സാധാരണയായി ഈ സമയത്ത് വില കുറയാറുണ്ടെങ്കിലും സീസൺ തുടങ്ങും മുമ്പ് ഉണ്ടായ വില തകർച്ച കർഷകർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ തേങ്ങ വരുന്നതാണ് ഇപ്പോഴുള്ള വിലയിടിവിനു കാരണം. വരും മാസങ്ങളിൽ കേരളത്തിൽ ഉൽപാദനം കൂടുന്നതോടെ വില വീണ്ടും താഴേക്ക് പോകുമെന്നാണ് വിലയിരുത്തൽ. തെങ്ങ് കയറുന്നുള്ള കൂലിയും മറ്റു ചെലവുകളും ഉയർന്ന സാഹചര്യത്തിൽ തേങ്ങയ്ക്ക് കിലോഗ്രാമിന് 50 രൂപയെങ്കിലും ലഭിച്ചാലേ പിടിച്ചു നിൽക്കാനാവുകയുള്ളൂ. വിലയിടിവ് തടയുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. തേങ്ങയ്ക്ക് സർക്കാർ പ്രഖ്യാപിച്ചുള്ള താങ്ങുവില 34 രൂപയാണ്. ഇത് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കവുങ്ങ് കർഷകർക്ക് പുതിയ പ്രതീക്ഷ നൽകിയ അടയ്ക്ക വില ഉയരുന്നു. മേൽത്തരം പഴയ കൊട്ടടയ്ക്ക കിലോയ്ക്ക് 100 രൂപയോളമാണ് ഏതാനും ദിവസത്തിനുള്ളിൽ ഉയർന്നത്. ഉത്തരേന്ത്യൻ മാർക്കറ്റിൽ അടയ്ക്കയ്ക്ക് ക്ഷാമം നേരിട്ടതാണ് വില വർദ്ധിക്കാൻ കാരണമായത്. ദീർഘനാളുകൾക്ക് ശേഷം സംസ്ഥാനത്ത് നാളികേര വിലയിൽ ഇടിവ് പ്രകടമായതോടെ കവുങ്ങ് പുതിയ പ്രതീക്ഷയാവുകയാണ്. വ്യാവസായിക ആവശ്യങ്ങളിൽ കാർഷിക വസ്തുവായ അടയ്ക്കയ്ക്ക് ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ കൊട്ടടയ്ക്കയുടെ വിലയും കുതിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ തളർച്ചയിലായിരുന്ന വിപണി ഉണർന്ന് വില 495 മുതൽ 510 രൂപയിലെത്തി. മേൽത്തരം പഴയ കൊട്ടടയ്ക്ക കിലോയ്ക്ക് 100 രൂപയോളം വർദ്ധിച്ചു. കഴിഞ്ഞ സീസണിൽ കിലോയ്ക്ക് 450 രൂപ വരെ ഉയർന്ന വില കൂപ്പുകുത്തിയതോടെ കർഷകർ നിരാശയിലായിരുന്നു. ഇപ്പോൾ വില ഉയർന്നതോടെ കർഷകർ ആശ്വാസത്തിലായിരിക്കുകയാണ്. പുതിയ അടയ്ക്കയുടെ വില ക്വിന്റലിന് 40,000 രൂപ മുതൽ 50,000 രൂപ വരെ എത്തി. കിലോയ്ക്ക് 400 രൂപ വരെ ലഭിക്കുന്നു. കരിങ്കോട്ട, ഉള്ളി, ഫട്ടോറ് എന്നിങ്ങനെ ഗുണനിലവാരം കുറഞ്ഞ തിരിവ് ഇനങ്ങളുടെ വിലയിലും വർധനയുണ്ട്. പെയിന്റ് കമ്പനികൾ വർദ്ധിച്ചതാണ് അടയ്ക്കയുടെ നല്ല കാലത്തിന് കാരണമായി പറയുന്നത്. പാക്ക് നിർമ്മാണത്തിന് പുറമെ പെയിന്റ് നിർമ്മാണത്തിനും അടയ്ക്ക കാര്യമായി ഉപയോഗിക്കുന്നു. ഇറക്കുമതിയിലുണ്ടായ കുറവ് മൂലം ഉത്തരേന്ത്യൻ വിപണിയിൽ വലിയ ഡിമാൻഡ് നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതുവർഷത്തിൽ മലഞ്ചരക്ക് കർഷകർക്ക് ആശ്വാസമായി ഏലക്ക വിപണി. തുടർച്ചയായി ഉയരുന്ന വില ഈ വർഷം കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന വർഷമാകുമെന്ന സൂചനയാണ് നൽകുന്നത്. ഏലക്കയ്ക്ക് ലഭിക്കുന്ന മികച്ച വില കർഷകരുടെ ആത്മവിശ്വാസം ഉയർത്തുകയാണ്. ഇന്ത്യയിലെ ഏലക്ക വിപണിയുടെ പ്രധാന കേന്ദ്രമായ പുറ്റടി സ്പൈസസ് പാർക്കിലെ ഓൺലൈൻ ലേലത്തിൽ ഒരാഴ്ചയായി ഏലക്കായ്ക്ക് നല്ല വില ലഭിക്കുന്നുണ്ട്. പുതുവർഷത്തിൽ പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ശാന്തൻപാറയുടെ ഓൺലൈൻ ലേലത്തിൽ 26,388 കിലോ ഏലക്ക വിൽപ്പനയ്ക്കായി പതിഞ്ഞതിൽ എല്ലാ കായും ലേലത്തിൽ വിറ്റുപോയപ്പോൾ കൂടിയ വില 3,212 രൂപയും ശരാശരി വില 2,413 രൂപയും ലഭിച്ചു. വർഷാവസാന ദിനമായ 30 നടന്ന വണ്ടൻമേട് മാസ് ഏജൻസീസിന്റെ ഓൺലൈൻ ലേലത്തിൽ വിൽപ്പനയ്ക്കായി പതിച്ച 1,09,161 കിലോ ഏലക്കയിൽ 1,08,826 കിലോ ഏലക്ക വിറ്റുപോയപ്പോൾ കൂടിയ വില കിലോഗ്രാമിന് 3,502 രൂപയും ശരാശരി വില 2,502 രൂപയും ലഭിച്ചു. ഒരാഴ്ചയായി ഓൺലൈൻ ലേലത്തിൽ ഏലത്തിൽ ലഭിക്കുന്ന മെച്ചപ്പെട്ട വില ഈ വർഷം ഏലം കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന വർഷമാവുമെന്നതിന്റെ സൂചനയായാണ് കർഷകർ കരുതുന്നത്. കഴിഞ്ഞ വർഷവും ഏലത്തിന് തരക്കേടില്ലാത്ത വില ലഭിച്ചിരുന്നു. ഉൽപാദനത്തിലുണ്ടായിരുന്ന കുറവും അന്തർദേശീയ വിപണിയിൽ ഇന്ത്യൻ ഏലത്തിനുണ്ടായിരിക്കുന്ന ഡിമാൻഡും ഉത്തരേന്ത്യൻ വിപണിയിൽ ആവശ്യക്കാർ വർദ്ധിച്ചതും ഇന്ത്യൻ ഏലത്തിന് അനുകൂലമാകുന്ന ഘടകങ്ങളാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. Agri News sponsored by Shalom Mattress, everlasting comfort and durability.